ووعدهم سبحانه بالجنة والمزيد. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر، لا إله إلا الله. الله أكبر الله أكبر ولله الحمد. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു മാസക്കാലം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി പകലിൽ നമ്മളോട് കൽപ്പിച്ച പ്രകാരം നോമ്പെടുത്തു, രാത്രിയിൽ നിന്നു നമസ്കരിച്ചു, അള്ളാഹുവിൻ്റെ കലാം ധാരാളമായി പാരായണം ചെയ്തു. അങ്ങനെ സുന്ദരമായി, ഭക്തി നിർഭരമായി മനസ്സും ശരീരവും കുളിർക്കുകയും സന്തോഷിക്കുകയും ചെയ്ത ഒരു മാസക്കാലം. ആ മൃത നാളുകൾക്ക് വിട നൽകി ഈദുൽ ഫിത്തറിന്റെ സുദിനത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അമൽ ചെയ്യുന്നതിനേക്കാളും പ്രധാനം, അഥവാ അമൽ ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാളും വളരെയധികം ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു കാര്യം ആ അമൽ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ചിന്തയാണ്. ഈ സുദിനത്തിൽ ഏറ്റവും അധികം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട സുപ്രധാനമായ വിഷയം, അള്ളാഹുവേ, ഒരു മാസക്കാലം നിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച എനിക്ക് എൻ്റെ ജീവിതത്തിൽ ധാരാളം അബദ്ധങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാകുമല്ല. അതിൻ്റെ പേരിൽ ഞാൻ അനുഷ്ഠിച്ച എൻ്റെ നമസ്കാരവും എൻ്റെ നോമ്പും എൻ്റെ ഖുർആൻ പാരായണവും തുടങ്ങുന്ന പുണ്യകർമ്മങ്ങളൊന്നും തന്നെ സ്വീകരിക്കാതിരിക്കല്ലേ അല്ലാ, നീ സ്വീകരിക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ഭക്തിയുള്ളവരിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുക എന്നാണ്.
അതുകൊണ്ട് തന്നെ ആ ഭക്തിയോടുകൂടി അള്ളാഹുവിനോട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുവാൻ പ്രാർത്ഥിക്കണം എന്നത് സുപ്രധാനമായ വിഷയമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുമായിരുന്നു, ഖൂനൂ ലിഖബൂലിൽ അമലി അശദ്ദ ഇഹ്തിമാമൻ മിൻകും ബിൽ അമൽ. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തിൽ കാണിക്കുന്ന ആ ഗൗരവത്തെക്കാൾ കൂടുതൽ ഗൗരവം നിങ്ങളുടെ അമൽ സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പറയണം. നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹു പറയുന്നത്, അലം തസ്മഉ ഖൗലല്ലാഹി അസ്സ വജല്ല. അള്ളാഹുവിന്റെ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ചപ്പോൾ ആയിഷ ബീവിയുടെ ഒരു ചോദ്യവും അതിനോട് പ്രവാചകന്റെ ഒരു ഉത്തരമുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മുടെ കൽബിൽ ഉണ്ടാവേണ്ടത്, അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയാൻ, വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജില. അള്ളാഹു അവർക്ക് നൽകിയത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ കൊടുക്കുന്നു. വഖുലൂബുഹും വജില, അവരുടെ കൽബുകൾ പിടച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കൽബുകളിൽ ഒരു നടുക്കമുണ്ടാകലുണ്ട്. ഇത് കേട്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഹുമുൽ ലദീന യസിനൂൻ വയസ്രിഖൂൻ വയശ്രിബൂനൽ ഖംർ. നബിയെ, അങ്ങനെ പേടിച്ചു നിൽക്കാനായി അവർ വ്യഭിചരിക്കുന്നവരാണോ നബിയെ? മോഷണം നടത്തുന്നവരാണോ നബിയെ? അവർ കള്ളു കുടിക്കുന്നവരാണോ നബിയെ? ഉടനെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യബ്നത സിദ്ദീഖ്, ഓ സിദ്ദീഖിന്റെ മോളെ, അല്ല അല്ല അല്ല, അതുകൊണ്ടൊന്നുമല്ല. വലാകിന്നഹും അല്ലദീന യുസല്ലൂന വയസുമൂന വയതസദ്ദഖൂൻ വയഖാഫൂന അല്ലാ യുതഖബ്ബല മിൻഹും. അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, അവർ സ്വതക്ക കൊടുക്കുന്നവരാണ്. പക്ഷെ അപ്പോഴും അവരുടെ കൽബിൽ ഭയമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമോ, അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ എന്ന ഭയം അവർക്കുണ്ട്. അങ്ങനെ ഭയത്തോടു കൂടിയാണ് അവർ അമൽ ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഏത് സന്തോഷത്തിന്റെ സുദിനമാണ്, ഏത് സന്തോഷത്തിൻ്റെതാണ്. പക്ഷെ അപ്പോഴും സലഫുകളിൽ പലരും ദുഃഖാർത്ഥമായി കരയുന്ന സന്ദർഭം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നാണ്. നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണാം, സലഫുകളിൽപ്പെട്ട ചില ആളുകൾ ഈദ്ഗാഹിൽ അല്ലെങ്കിൽ ഈദ് മുസല്ലയിൽ നമസ്കരിക്കുന്നതിന് മുമ്പ് അവരിങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, അല്ല, ഇന്നഹു യൗമു ഫർഹിൻ വസുറൂർ, ഇത് സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ദിവസമല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത്? ഫയഖൂൽ, അവർ പറഞ്ഞത്, സദഖ്തു, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, ഇത് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയുമാണ്. വലാകിന്നി അബ്ദുൻ, ഞാനെങ്കിലും അല്ലാഹുവിന്റെ ഒരു അടിമയാണ്. അമറനി മൗലായ അൻ അഅമല ലഹു അമലൻ ഫലാ അദ്രി യഖ്ബലുഹു മിന്നി അം ലാ. എന്റെ യജമാനൻ എന്നോട് കൽപ്പിച്ചു ചില കാര്യങ്ങൾ ചെയ്യാൻ. ആ യജമാനൻ കൽപ്പിച്ചതിൽ ഞാൻ ചിലതൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ യജമാനൻ സ്വീകരിക്കുമോ ഇല്ലേ, എനിക്ക് പേടിയാണ്, ഞാൻ ഭയപ്പെടുകയാണ്, ഞാൻ വിഷമിക്കുന്നത് അതിനു വേണ്ടിയാണ് എന്നാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈദ് മുസല്ലയിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, കൽബിലുണ്ടാവേണ്ടുന്ന സുപ്രധാനമായ ഒരു പ്രാർത്ഥന, അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാ, ചെയ്ത അമലെല്ലാം സ്വീകരിക്കണേ അല്ലാ, ചെറിയ പാകപ്പിഴകൾ കൊണ്ട് തട്ടിക്കളയല്ലേ അല്ലാ, നാളെ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിനൊന്നും പ്രതിഫലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ, സ്വീകരിക്കണേ നാഥ എന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. ഇത് പരസ്പരം ചേരലിന്റെ സുന്ദരമായ നിമിഷമാണ്. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ ഗൗരവതരമായി പറയേണ്ടതുണ്ട്. നമ്മൾ ഒരു മാസം നോമ്പെടുത്തു. പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈദ് മുസല്ലയിൽ നമ്മൾ പങ്കെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ നോക്കുകൊണ്ടോ നമ്മുടെ ഇടപെടൽ കൊണ്ടോ വേറൊരാൾക്ക് പ്രയാസമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ചേർത്തു പിടിക്കേണ്ടതാണ്. ഏറ്റവും അധികം ബന്ധം സ്ഥാപിക്കേണ്ടതാണ് അവരോട്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, അള്ളാഹു ചേർക്കാൻ പറഞ്ഞ, അള്ളാഹു കൽപ്പിച്ച, അവന്റെ കരാറായ, അവൻ ചേർക്കാൻ കൽപ്പിച്ച ബന്ധം നിങ്ങൾ ചേർക്കണേ എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഅതു നഫരിൻ ഹഖ്ഖുൻ അലല്ലാഹ് അല്ലാ യുദ്ഖിലഹും അൽ ജന്ന. 4 വിഭാഗം ആളുകൾ
അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നത് അള്ളാഹു അവനിൽ ഏറ്റെടുത്ത ബാധ്യതയാണ്. സ്വർഗത്തിന്റെ ആ അനുഗ്രഹങ്ങൾ അവർക്ക് ആസ്വദിപ്പിക്കാതിരിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നഫ്സിൽ അവൻ ഏറ്റെടുത്ത ബാധ്യതയാണ് എന്നാണ്. എന്തൊക്കെയാണെന്നറിയുമോ? ഒന്ന് റസൂലുള്ള പറഞ്ഞു, മുദ്മിനു ഖംറിൻ, ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവൻ, കള്ളു കുടിക്കുന്നവൻ, ലഹരി നുണയുന്നവൻ. പ്രിയപ്പെട്ടവരെ, ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ നാടിന്റെ ചുറ്റുഭാഗത്ത് അതാ ചെറിയ പ്രായമുള്ള 5 വയസ്സ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ലഹരിയുടെ പിടുത്തത്തിലാണ്. നമ്മുടെ ക്യാമ്പസുകളുടെ ചുറ്റുഭാഗത്തും ലഹരി വിതരണം ചെയ്യുന്ന രാക്ഷസന്മാർ, അതേ സാമൂഹ്യ ദ്രോഹികൾ, അവർ നമ്മുടെ കുട്ടികൾക്കെതിരെ കുട്ടികളുടെ മുന്നിൽ വട്ടമിട്ട് പറക്കുന്നു, അവരെ പിടിച്ചെടുക്കുന്നു. നമ്മുടെ കുട്ടികൾ, കൗമാരപ്രായക്കാർ ലഹരി നുണയുന്നവരാണ്, വിവിധ തരങ്ങളായ ലഹരികൾ ഉപയോഗിക്കുന്നവരാണ്. പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ഈ ഈദ്ഗാഹിലുള്ള എന്റെ പ്രിയപ്പെട്ട കൗമാരപ്രായക്കാരും യുവാക്കളുമായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതെ, സ്വർഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കില്ല, ആ സ്വർഗത്തിന്റെ ഒരു അനുഗ്രഹവും അള്ളാഹു അവർക്ക് കൊടുക്കില്ല എന്ന് അള്ളാഹു അവരിൽ ഏറ്റെടുത്ത ബാധ്യതയാണ് എന്നാൽ. വിട്ടു നിൽക്കണേ പൊന്നുമക്കളെ, ജീവിതം നശിപ്പിച്ചു കളയല്ലേ. അള്ളാഹു നമുക്ക് നൽകിയ മഹാനുഗ്രഹമായ ഈ ജീവിതം, ഈ ആരോഗ്യം, അത് നശിപ്പിച്ച് അവസാനം ഒന്നിനും കൊള്ളാത്തവരായി മാറുന്ന ഹതഭാഗ്യരിൽ ഉൾപ്പെടല്ലേ പൊന്നുമക്കളെ എന്നുണർത്തുകയാണ്. രണ്ടാമതായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പലിശ തിന്നുന്നവൻ, അതെ, പലിശ ആളുകൾക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന പലിശയുടെ ഇടപാടുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ, അവർക്ക് സ്വർഗപ്രവേശം ഉണ്ടാവില്ല. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅക്ലു മാലിൽ യതീമി ദുൽമാ, അനാഥയുടെ ധനം അക്രമമായി തിന്നുന്നവൻ, അന്യായമായി തിന്നുന്നവൻ, അനാഥയ്ക്ക് സ്വത്തുണ്ടാവുകയും ആ സ്വത്ത് നോക്കാൻ ഏറ്റെടുത്തുകൊണ്ട് കടന്നു ചെല്ലുകയും തന്റെ ആവശ്യങ്ങൾക്കെല്ലാമായി ആർഭാടപൂർവം അടിച്ചു പൊളിച്ചുകൊണ്ട് അനാഥയുടെ സ്വത്ത് ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ, അനാഥ സംരക്ഷണത്തിന് വാങ്ങിയ പൈസ സ്വന്തം ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ സ്വർഗപ്രവേശം ഉണ്ടാവില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. നാലാമതായി റസൂലുള്ള പറഞ്ഞത്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനാണ്. അതേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആരോടെങ്കിലും എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടെങ്കിൽ അതെന്റെ പെറ്റ ഉമ്മയോടാണ്, മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പയോടാണ്. കാരണം ജീവിതത്തിൽ അവരല്ലാതെ എനിക്ക് പകരം വെക്കാൻ ഒരാൾ ഉണ്ടാവില്ല. വാപ്പയുടെ സ്ഥാനത്ത് വാപ്പയല്ലാതെ വേറൊരാളെയും വെക്കാനില്ല. ഉമ്മയുടെ സ്ഥാനത്ത് ഉമ്മയല്ലാതെ വെക്കാൻ വേറൊരാളുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വാക്കിന്റെ പകുതി കൊണ്ട് പോലും വാപ്പയെയും ഉമ്മയെയും പ്രയാസപ്പെടുത്തരുത്. പ്രത്യേകിച്ച് വൃദ്ധരായി നമ്മുടെ മുന്നിലെത്തിയാൽ ഒന്നിനും കഴിവില്ലാത്തവരാണ് അവർ. മുമ്പ് അവർ വലിയ ശക്തമായി പണിയെടുത്തവരാണ്, നമ്മളെ വളർത്താൻ കഷ്ടപ്പെട്ടവരാണ് അവർ. പക്ഷെ ഇപ്പോൾ അവർ ക്ഷീണിതരാണ്. അവരുടെ കൈകാലുകൾക്ക് ബലക്ഷയം അനുഭവിച്ചിട്ടുണ്ട്, അവരുടെ ചിന്തകൾക്ക് ബലക്ഷയം വന്നിട്ടുണ്ട്. അതെ, തന്റെ ആ മക്കൾ ചേർത്തു പിടിക്കുമെന്ന ആഗ്രഹത്തിലായിരിക്കും വാപ്പയും ഉമ്മയും അങ്ങോട്ട് കടന്നു വരിക. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നിന്റെ വാപ്പയോട് നിന്റെ ഉമ്മയോട് ഛേ എന്ന വാക്ക് പോലും പറഞ്ഞു പോകരുത് കേട്ടോ. എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമുക്ക് അനിഷ്ടമായി തോന്നിയാൽ ഛേ എന്തെങ്കിലും ചെയ്തത് എന്ന് വാപ്പയോട് പറയില്ല കേട്ടോ, ഉമ്മയോട് പറയില്ല കേട്ടോ, അവരോട് കയർത്ത് സംസാരിക്കരുത് കേട്ടോ. നിന്റെ കരുണയുടെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. എന്നിട്ട് നിന്റെ ഖൽബിൽ നിന്നുള്ളൊരു പ്രാർത്ഥന വരണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്റെ റബ്ബേ, എന്റെ ചെറുപ്പം എനിക്കറിയില്ല, എന്റെ ചെറുപ്പത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ വഹിച്ച് അവരെന്നെ പോറ്റിയതാണല്ലോ. അവരുടെ വയറ് അവർ ഭക്ഷണം കഴിക്കാതെ മുറുക്കി ഉടുത്തിട്ട് എനിക്ക് തന്നിട്ടുണ്ട് പഠിച്ചോനെ. എന്റെ മാലിന്യങ്ങൾ അവരവരുടെ ശരീരത്തിൽ അവർ വാങ്ങിയിട്ടുണ്ട് പഠിച്ചോനെ. അങ്ങനെ എന്നെ വളർത്തിയിട്ടുണ്ട് എന്റെ വാപ്പയും ഉമ്മയും.
അവരോട് നീ കരുണ കാണിക്കണേ അല്ലാ, അവരോട് കരുണ കാണിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയുടെ ഉത്തരവാദിത്വം പറഞ്ഞു തീർന്നപ്പോൾ ആ വാപ്പയുമായി ബന്ധപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ മക്കളോട് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉമ്മ സ്ഥിരമായി തന്റെ മക്കളെ വളർത്തുന്നതിൽ അങ്ങേയറ്റത്തെ പ്രയാസം സഹിച്ചവരാണ്, ഗർഭധാരണവും പ്രസവവും ഒക്കെ. അതിനുശേഷം അതുകൊണ്ട് തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനം. അടുത്തത് വാപ്പുണ്ടട്ടോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പെൺമക്കളെ കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഇസ്ലാമിന്റെ സമ്പൽ സമൃദ്ധിയിലേക്ക് കടന്നു വരുന്ന സുന്ദരമായ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു 3 പെൺമക്കൾ ഒരാൾക്കുണ്ടായാൽ അല്ലെങ്കിൽ 2 പെൺമക്കൾ ഒരാൾക്കുണ്ടായാൽ അതിനെ പൊന്നുപോലെ വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് അതിനെ അനുയോജ്യനായ ഭർത്താവിന് കെട്ടിച്ചു കൊടുത്താൽ ആ വാപ്പയോട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. അതെ, സ്വർഗം അയാൾക്കുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആൺമക്കളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്. പ്രവാചകന്റെ സദസ്സിലേക്ക് ഒരാൾ വന്ന് വാപ്പയെ കുറിച്ച് പരാതി പറയാൻ വന്ന ചെറുപ്പക്കാരൻ. എന്താണെന്നറിയോ? മദീനത്തെ പള്ളിയിലെ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു സുന്ദരമായ തോട്ടമുണ്ട്. മകൻ അയാളുടെ സമ്പത്തിൽ നിന്ന് കൊടുത്തു വാങ്ങിയതാണ്, അയാൾക്ക് ഇഷ്ടപ്പെട്ടു വാങ്ങിയതാണ്. ആ സമ്പത്തിൽ അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് വന്ന് മകൻ പറയാൻ, എന്റെ വാപ്പ കുറച്ചു ദിവസമായി ആ തോട്ടത്തിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നു നബിയെ, എന്റെ വാപ്പക്ക് എന്തോ ഒരു താല്പര്യമുള്ളത് പോലെ, നിങ്ങൾ വാപ്പാനെ വിളിച്ചൊന്ന് ഉപദേശിക്കണം കേട്ടോ, എന്റെ ഇഷ്ടപ്പെട്ടതാണ്, അത് വാപ്പക്ക് താല്പര്യമുള്ളത് പോലെ തോന്നുന്നുണ്ട് നബിയെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ നബി തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? അന്ത വമാലുക ലി അബീക്, നീയും നിന്റെ ധനവും നിന്റെ ഉപ്പയ്ക്കുള്ളതാടാ. എന്റെ മുന്നിലിരിക്കുന്ന ഞാനടക്കം നിങ്ങളെല്ലാവരും കരുത്തായി വളരെ ശക്തരായിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു മനുഷ്യന്റെ ചോരനീരായ കഥയുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങളില്ലാതായതിന്റെ കഥയുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ സങ്കടങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഥയുണ്ടല്ലോ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതേ അല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും വിട്ടുവീഴ്ചയുള്ള സമീപനം ഉണ്ടാവണം. സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കരുത്, 3 ദിവസത്തിലധികം പിണങ്ങിയിരിക്കരുത് എന്ന നിയമമുണ്ട്. ഇനി ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ, അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഹജറ അഖാഹു സനതൻ ഫഹുവ കസഫകി ദമിഹി. സഹോദരനോട് 1 കൊല്ലം ഒരാൾ മിണ്ടാതിരുന്നാൽ, അയാളോട് പിണങ്ങി നടന്നാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ ഫഹുവ കസഫകി ദമിഹി, അതെ അവനെ കൊന്നവനെ പോലെയാണ്, അവന്റെ രക്തം ചിന്തിയവനെ പോലെയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന സന്തോഷ നിർഭരമായ ഒരു ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. പക്ഷെ ഒരു കാര്യം ഗൗരവതരമായി കാണണം പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യയിൽ നമ്മളെ പോലെ പെരുന്നാൾ ആഘോഷിക്കേണ്ടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുഞ്ഞുമക്കൾ അടക്കം പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഗസ നമുക്ക് മറക്കാൻ കഴിയില്ല. അതെ, ഇപ്പോഴും അവിടെയുള്ള ആളുകൾ അങ്ങേയറ്റം പ്രയാസം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലും നമ്മൾ കാണുന്നത് വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അറിയേണ്ട സുപ്രധാനമായ ഒരു വിഷയമുണ്ട്, നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരേണ്ടുന്ന സുപ്രധാനമായ ഒരു സംഭവമുണ്ട്. അതെന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്കൊന്ന് തിരിച്ചു പോകണം. ബനൂ ഇസ്രായേലിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ളത് ബനൂ ഇസ്രായേലുകളെ കുറിച്ചാണ്. അവിടെ നിങ്ങൾക്കറിയാം, ഫിർഔൻ എന്ന് പറയുന്ന ഏകഛത്രാധിപതി, അയാൾ ബനൂ ഇസ്രായേലിലെ ആളുകളോട് ചെയ്ത ക്രൂര പീഡനം, ആ പീഡനത്തിന്റെ ഏറ്റവും ശക്തമായ ഭാഗം എന്തെന്നറിയുമോ? എന്റെ സഹോദരിമാര് ശ്രദ്ധിക്കണം, പ്രിയപ്പെട്ട സഹോദരന്മാര് ശ്രദ്ധിക്കണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത 70,000-ഓളം കുഞ്ഞുമക്കളെ നിഷ്കരുണം വധിച്ചു കളയുന്ന പ്രവർത്തനം അറിയുമോ? ഒരു ഉമ്മ ഗർഭധാരണം നടത്തി, ആ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത്
ബനൂ ഇസ്രായേലിലെ ആ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് ഫിർഔനിന്റെ കിങ്കരന്മാർ. അയാൾ വന്ന് ആ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട ആ കുഞ്ഞിനെ കയ്യിലേക്ക് എടുക്കുന്നു. ആണാണെന്ന് കണ്ടാൽ അതിനെ കൊത്തി നുറുക്കി ആ ഉമ്മയുടെ മുന്നിലിട്ട് കൊന്നുകളയുന്നു. ആ വിട്ട് നിലവിളിക്കാനല്ലാതെ ഹതഭാഗ്യരായ പ്രയാസമനുഭവിക്കുന്ന ബനൂ ഇസ്രായേലുകൾക്ക് സാധിച്ചിട്ടേ ഇല്ല. ആ ബനൂ ഇസ്രായേലുകളുടെ കഥ അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തന്നത് അവർക്ക് അള്ളാഹു സുബ്ഹാന ആ സമൂഹത്തിന് അള്ളാഹു കൊടുത്ത അനുഗ്രഹം ഒരൽപ്പം വൈകിയെങ്കിലും പൂർണ്ണമായ സഹായം അള്ളാഹു അവർക്ക് കൊടുത്തു എന്നാണ്. അതെ, ഏകഛത്രാധിപതിയായ ഫിർഔനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായി ഈ ഭൂമി ലോകത്ത് നിന്ന് ഇല്ലാതാക്കുന്ന പ്രക്രിയ വളരെ ശക്തമായി കൺകുളിർക്ക കാണാൻ അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട അടിമകളാക്കി വെച്ചുകൊണ്ട് ഉപദ്രവിച്ചിരുന്ന ആ പീഡിത വർഗത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അതെ, ഗസയിലെ കുഞ്ഞുമക്കളുടെ സന്തോഷം കാണാതെ ഇല്ല ഖിയാമത്തുണ്ടാവില്ല. ഗസയിലെ മക്കളുടെ സന്തോഷം കാണാതെ അവരുടെ മുഖത്ത് പുഞ്ചിരി വിടരാതെ ഇല്ല, ലോകം അവസാനിക്കില്ല. ജൂത പരീക്ഷകൾ സമ്പൂർണമായും പരാജയപ്പെടുത്തപ്പെടുന്ന ഒരു ഘട്ടം വരാനിരിക്കുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ. സന്തോഷമാണ് മുസ്ലിമീങ്ങൾക്ക്. അത് നിങ്ങൾക്കറിയുമോ? സംസാരിക്കാൻ ശേഷിയില്ലാത്ത മരങ്ങൾ, സംസാരിക്കാൻ ശേഷിയില്ലാത്ത കല്ലുകൾ, ആ കല്ലുകൾ വിളിച്ചു പറയും, യാ മുസ്ലിം തആൽ വറാഇ യഹൂദിയും ഫഖതുൽഹു. ഇതാ മുസ്ലിമേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, എന്റെ പിന്നിൽ ഒരു യഹൂദി ഒളിച്ചിരിപ്പുണ്ട്, വന്നവനെ കൊന്നുകളയൂ എന്ന് മരങ്ങൾ വിളിച്ചു പറയും, കല്ലുകൾ വിളിച്ചു പറയും എന്ന ലോകത്തിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷം കാണാതെ ഇല്ല, മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ, ഈ ലോകത്തിന് അസ്തമിക്കാൻ കഴിയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണുന്നത് സമാധാനത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ വരെ ഇസ്രായേലിന്റെ പ്രവർത്തനം കാരണം അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഉറപ്പാണ്, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന മഅമനു. അതെ, നമ്മുടെ പ്രവാചകന്മാർ തന്നെ വിജയിക്കും, വിശ്വാസികൾ തന്നെ വിജയിക്കും. ആർക്കു വെറുപ്പുണ്ടായിട്ടും കാര്യമില്ല. സംഘപരിവാരത്തിന്റെ കുതൂഹലങ്ങൾ എത്ര ശക്തമായാലും, സംഘപരിവാരം എത്ര അഴിഞ്ഞാടിയാലും ഇല്ല, വിജയിക്കാൻ കഴിയില്ല, പരാജയപ്പെടുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നറിയുമോ? അള്ളാഹുവിന്റെ മതമായ ഇസ്ലാം, ആ ഇസ്ലാമിനെ തച്ചു തകർക്കാനും മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യാനും ആര് ശ്രമിച്ചാലും അവർക്കാർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ലോകത്ത് ഒരു ഏകഛത്രാധിപതിയും ലോകത്ത് ഒരു ഏകാധിപതിയും അങ്ങനെ മുന്നോട്ട് പോയ ചരിത്രമില്ല എന്ന് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, സംഘപരിവാർ എല്ലാ രൂപത്തിലും പല സ്ഥലങ്ങളും അധീനപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കേരളം അവരെ പിടിക്കുമെന്ന് ശക്തമായി പറയുന്നു, അതിനുവേണ്ടി പണിയെടുക്കുന്നു. പ്രിയപ്പെട്ട എന്റെ മുസ്ലിം സഹോദരങ്ങളോട് വളരെ ഗൗരവത്തോടെ പറയാനൊരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എന്താണെന്നറിയുമോ? മുഅ്മിനുകളായി നട്ടെല്ലു നിവർത്തി ഈമാനുള്ളവരായി ശക്തമായി എഴുന്നേറ്റ് നിൽക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. ആ കരുത്ത് നമ്മുടെ ബാലറ്റിലൂടെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിൽ മാത്രമല്ല അങ്ങ് വടക്കേന്ത്യയിൽ നിരന്തരം പ്രയാസം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സംഭവം ഞാൻ പെട്ടെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ. ആസാമിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സർക്കാരിലെ മുഖ്യമന്ത്രി, അയാൾ നാട്ടിൽ ഏതെങ്കിലും രൂപത്തിൽ കെട്ടിയിറക്കിയവനല്ല. ആ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് കൊണ്ട് വിജയിപ്പിച്ചയാളാണ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അവകാശം ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒരുപോലെ നൽകേണ്ടവൻ. പക്ഷെ അയാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. അയാളുടെ കൽബിൽ, അയാളുടെ ഹൃദയത്തിൽ എത്ര കൊടും വിഷമാണ് എന്നയാൾ അയാളുടെ വർത്തമാനത്തിലൂടെ തെളിയിച്ചത്. അവിടെ റിക്ഷ വലിച്ചു ജീവിക്കുന്ന പാവപ്പെട്ട മിയാ മുസ്ലിമീങ്ങൾ, അതെ, രാജ്യത്തിന്റെ അധികാരം കൈകൊണ്ടുവരാൻ ശക്തമായ കഴിവുള്ളവരല്ലവർ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിയാ മുസ്ലിമീങ്ങൾ, ആ മിയാ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്നതിന്റെ മാക്സിമം ഉപദ്രവിക്കണം.
അവൻ റിക്ഷ വലിച്ചു കൊണ്ടുവന്നാൽ കൂലി ചോദിച്ചാൽ 5 ചോദിച്ചാൽ 4 3 കൊടുക്കണം. അങ്ങനെ നിരന്തരം അവനെ ഉപദ്രവിച്ച് അവൻ ആസാമിൽ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥയുണ്ടാവണമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ആ രാജ്യത്തിന്റെ ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് വരുമ്പോൾ ഗൗരവമാണ് വിഷയം. പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തുന്ന, റിവോൾവർ എടുത്ത് നീട്ടുന്ന മഹാവൃത്തികെട്ട പ്രവർത്തനങ്ങൾ ആ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സംഘപരിവാരൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശ്യം എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് ദുആ ഇറക്കണം. എന്താണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളുടെ അധികാരികളായി നീ കൊണ്ടുവരല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മേൽ കരുണ കാണിക്കാത്തവരെ, ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നവരെ, പ്രയാസപ്പെടുത്തുന്നവരെ ഒരിക്കലും അല്ലാഹുവേ ഞങ്ങളുടെ അധികാരികളായി കൊണ്ടുവരരുത് എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനോട് സഹായം തേടണം. അല്ലാഹുവിന്റെ ദീനിനെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ മുന്നോട്ട് പോകണം. പരിശുദ്ധ റമദാൻ അവസാനിച്ചതോടുകൂടി അമലുകൾ അവസാനിക്കുന്നില്ലല്ലോ. നിസ്കാരം 5 വഖത്ത് ഇനിയുമുണ്ട്, നോമ്പ് ഇനിയുമുണ്ട്. ഒരു ദിവസം അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സോമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു മിനൻ നാരി 70 ഖരീഫ. 70 വർഷത്തെ വഴി ദൂരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുക്കുന്നവൻ കിട്ടുന്ന പ്രതിഫലം 70 വർഷത്തെ വഴി ദൂരം അയാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പുണ്ട്, തിങ്കളും വ്യാഴവും നോമ്പുണ്ട്, 13, 14, 15 നോമ്പുണ്ട്. ഓരോ സന്ദർഭത്തിലും മുഹറത്തിൽ നോമ്പുണ്ട്, ദുൽഹിജ്ജയിൽ നോമ്പുണ്ട്. അങ്ങനെ തുടങ്ങിയാൽ നോമ്പുകൾ ഇങ്ങനെ തുടർച്ചയായി വരുന്നു. നാളെ മുതൽ 6 നോമ്പിന്റെ ദിവസവും തുടങ്ങുകയാണ്. അതെ, അതും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ നോമ്പിന് അവസാനമില്ല, അതിങ്ങനെ തുടരുന്നു. സുന്നത്ത് നമസ്കാരങ്ങൾ, രാത്രി നിസ്കാരം നമ്മൾ തറാവീഹ് 11 റക്അത്ത് നിസ്കരിച്ചു. ഇൻഷാ അല്ലാഹ് 11 നിസ്കരിക്കാൻ തുടർത്തി കൊണ്ടുപോകാൻ കഴിയുന്നവർ അങ്ങനെ കൊണ്ടുപോകണം. അല്ലാത്തവർ 3, 5, 7 എത്ര സൗകര്യം അത് കൊണ്ടുപോകണം. കാരണം അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. കർമ്മങ്ങളിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടത് ചെറുതാണെങ്കിലും നിത്യമായി ചെയ്തു പോകുന്നതാണ്. ദിക്റുകൾ, തസ്ബീഹുകൾ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം. അതെ, റമദാനിൽ നമ്മൾ ധാരാളം ഓതി മടക്കി വെക്കാനായിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഓരോ ദിവസവും അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് നമുക്ക് സാധ്യമാകുന്നത് പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നത്തെ ദിവസത്തോടുകൂടി ചെയ്തത് മുഴുവനും പൊളിച്ചെറിഞ്ഞ് ഞാനിനി പഴയ ആളായി മാറുകയാണ് എന്ന ചിന്ത ഒരിക്കലും ഉണ്ടാവരുത്. അതൊരു ഭ്രാന്തി പെണ്ണിന്റെ പണിയാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാറാണത്തു ഭ്രാന്തന്മാരാകാതെ അള്ളാഹുവിന്റെ ഇഷ്ടത്തോഴന്മാരായി, ഇഷ്ട ആളുകളായി ജീവിക്കണം. അങ്ങനെയാണ് നിലനിൽക്കേണ്ടത്, അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഈ ഉമ്മത്ത് ജനങ്ങൾക്ക് സാക്ഷികളായി വരേണ്ടുന്ന മധ്യമ നിലപാടുള്ള സമുദായമാണ് നമ്മൾ. അതെ, ഒരൊറ്റ ഉമ്മത്താണ് നമ്മൾ. നമ്മുടെ പ്രവാചകൻ ഒരാളാണ്, നമ്മുടെ അള്ളാഹു ഒരാളാണ്, നമ്മുടെ ഖിബല ഒന്നാണ്, നമ്മുടെ ഖുർആൻ ഒന്നാണ്. അങ്ങനെ എല്ലാവരും മുസ്ലിമീങ്ങൾ ഒരൊറ്റ സമുദായമാണ്. ആ ഒരു സാമുദായികമായി മുസ്ലിമീങ്ങൾ നമ്മളെല്ലാം ഒറ്റ സമുദായമാണ് എന്ന ചിന്ത നമുക്കുണ്ടാവണം. മനുഷ്യരോട് ഏറ്റവും നന്നായി പെരുമാറണം, മനുഷ്യന്മാരോട് ഏറ്റവും നന്നായി പെരുമാറണം. അതെ, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളോട് ഏറ്റവും ഉന്നതമായ സ്വഭാവവും സംസ്കാരവും നമുക്കുണ്ടാവണം. ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും നാട്ടിൽ നമ്മുടെ സഹോദരങ്ങളാണ്. അതെ, ഇങ്ങോട്ട് ശത്രുത വെക്കാത്ത, ഇങ്ങോട്ട് നമ്മളെ കൊല്ലാൻ നടക്കാത്ത, ഇങ്ങോട്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഓടിക്കണമെന്ന് പറയാത്ത ഏതൊരാളോടും അങ്ങേയറ്റത്തെ ബന്ധം നമുക്കുണ്ടാവണം. അവരെ ചേർത്ത് പിടിക്കണം, അവരുമായി സന്തോഷത്തോടെ ജീവിക്കണം. ഏറ്റവും കൊടുക്കൽ വാങ്ങലുകൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതേ സമയത്ത് സംഘപരിവാരത്തിനോടും ക്രിസംഗികളോടും ശക്തമായ അകലം പാലിക്കണം. കാരണം അവർ ശത്രുക്കളാണ്, അവർ നമ്മളെ ശത്രുവായി കണ്ടവരാണ്. ആ ശത്രുവിനെ മിത്രമാക്കുന്നത് അപകടമാണ്. ആ ശത്രുവിനെ മിത്രമാക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആനിനെതിരാണ്. ആ ശത്രുവിനെ മിത്രമാക്കുന്നത് അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയ്ക്കെതിരാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് ശത്രുത വെക്കുന്നവനോട് അങ്ങോട്ട് സ്നേഹത്തോടെ പെരുമാറാൻ
സാധ്യമല്ല ഈമാനുള്ളവർക്ക്. അതിന്റെ അർത്ഥം ഒരു RSSകാരനോ ഒരു ക്രിസംഗിയോ ഈ റോഡിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ, അയാൾ മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടാൽ, അയാൾ പ്രയാസപ്പെടുന്നത് കണ്ടാൽ അയാൾക്ക് വെള്ളം കൊടുക്കണ്ട എന്നല്ല, അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണ്ട എന്നല്ല, അയാളോട് കരുണ കാണിക്കണ്ട എന്നല്ല, മറിച്ച് മറ്റുള്ളവരോട് കാണിക്കുന്നത് പോലത്തെ മൈത്രി ബന്ധം അവരുമായി കാണിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നത് ഗൗരവതരമായി അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിന് ശേഷം നമ്മൾ ഈദ്ഗാഹിൽ ഈദ് മുസല്ലയിൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാനല്ല, ഇബാദത്ത് കൊണ്ട് തുടങ്ങി ഇബാദത്തിലൂടെ തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വെക്കണം, അയൽവാസികളുമായി ബന്ധം സ്ഥാപിക്കണം. ഏറ്റവും നല്ല അനുവദനീയമായ യാത്രകൾ നല്ലതാണ്, നിഷിദ്ധമായ യാത്രകൾ ഒഴിവാക്കണം, ആളുകളെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയും ഒഴിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈദ്ഗാഹില് വന്ന ആളുകളെല്ലാം ഒരു സദഖ കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് നബി തങ്ങൾ അവർക്കൊരു പ്രത്യേക വഅദ് പറഞ്ഞിരുന്നു. അവിടെ ചെന്നിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു, യാ മഅശറൻ നിസാ തസദ്ദഖന വലൗ ബിഹുലിയികുന്ന, പെണ്ണുങ്ങളെ നിങ്ങൾ സദഖ കൊടുക്കണം, അത് നിങ്ങളുടെ ആഭരണം കൊടുത്തിട്ടാണെങ്കിലും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ബിലാൽ റളിയല്ലാഹു അൻഹു ആ പുതപ്പിങ്ങനെ നിവർത്തി പിടിച്ചു കൊടുത്തു, അതിലേക്ക് സ്ത്രീകൾ സദഖ ഇട്ട് കൊടുത്തു എന്നാണ്. അതുകൊണ്ട് സഹോദരിമാരെ, ഈ പെരുന്നാൾ ദിവസത്തിൽ നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യണമെന്ന് കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ ചേർത്ത് പിടിച്ച് അങ്ങനെ ജീവിതത്തെ വിമലീകരിച്ച് ഏറ്റവും ഖൈറായി മുന്നോട്ട് പോയി അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മളെടുത്ത നോമ്പും നിസ്കാരങ്ങളും പുണ്യകർമ്മങ്ങളെല്ലാം സദഖയും ഖുർആൻ പാരായണവും എല്ലാം അല്ലാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നാളെ റബ്ബിന്റെ അടുത്തെത്തുമ്പോൾ അമലുകൾ മോശമായതിന്റെ പേരിൽ നരകത്തിലേക്ക് തള്ളിവിടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. സ്വർഗത്തിലേക്ക് കുടുംബത്തോടെ എത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കഷ്ടപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. യുദ്ധക്കെടുതി കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ അല്ലാഹു അവർക്ക് സഹായം അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. ഗസയിലെ മുസ്ലിമീങ്ങൾ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങളെ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന കഷ്ടപ്പെടുത്തപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു സഹായവും അനുഗ്രഹവും ചെയ്തു കൊടുക്കുമാറാവട്ടെ. എല്ലാ ശത്രുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തീരുമാനിക്കുന്ന പ്രകാരം കൈകാര്യം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.